ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരങ്കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം തുടങ്ങുന്നത് നാരായണീയം 16 മുതൽ 19 വരെ ദശകങ്ങളിലാണ് അത് ഉൾപ്പെട്ടിരിക്കുന്നത്. നാരായണീയം ദശകം 16. നാരായണ അവതാരവും ദക്ഷയാഗവും. ദക്ഷോ വിരിഞ്ചതനയോദമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പൃദൃഷു സ്വദാം ച സ്വാഹാം ഹവിർഭുജി സദീം ഗിരിശേ ത്വദംശേ. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷമഹാരാജാവ് സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ പത്നിയാക്കി. അദ്ദേഹത്തിന് അവളിൽ 16 കന്യകമാരെ ലഭിച്ചു. ആ കന്യകമാരിൽ 13 പേരെ അദ്ദേഹം ധർമ്മദേവനും സ്വതയെന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിദേവനും സതിയെ അങ്ങയുടെ തന്നെ ആത്മാംശമായ പരമേശ്വരനും ദാനം ചെയ്തു. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാകൃതതൂര്യഘോഷാ പുഷ്പോൽക്കരാൻ പ്രവവശൂർണുനുവു സുരൗഘാ. ധർമ്മദേവന്റെ ധർമ്മപത്നിയായ മൂർത്തിദേവി പ്രശംസനീയമായ മാഹാത്മ്യങ്ങളോടുകൂടി മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമായ നരനോടു ചേർന്ന് നാരായണനെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങയെ തന്നെ പ്രസവിച്ചു. ആ ജന്മവേളയിൽ ആമോദം പൂണ്ട് ദേവന്മാർ വാദ്യഘോഷങ്ങളോടൊത്ത് പുഷ്പവൃഷ്ടി ചെയ്യുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു. ദൈത്യം സഹസ്രകവചങ്കവചൈ പരീദം സാഹസ്രവത്സരതപഃ സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപഃ സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കണമവും നിഹതാം സലീലം. ഇടവിട്ട് 1000 കൊല്ലത്തെ തപസ്സും യുദ്ധവും മൂലം മാത്രം ഛേദിക്കപ്പെടാൻ കഴിയാവുന്ന 1000 കവചങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട ശരീരമുള്ള സഹസ്രകവചൻ എന്ന രാക്ഷസനെ നരനാരായണ സ്വരൂപനായ അങ്ങ് ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുകയും അന്ത്യത്തിൽ ഒരു കവചം മാത്രം അവശേഷിച്ചപ്പോൾ നിഗ്രഹിക്കുകയും ചെയ്തു. അന്വാചരന്നുപദിശന്നഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദിരഗാശ്രമമദ്യവാൽസി ശക്രോദതേ ശമതപോ ബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. അങ്ങ് ഭ്രാതാവായ നരനോടുകൂടി ലോകസംരക്ഷണാർത്ഥം മോക്ഷധർമ്മങ്ങൾ അനുഷ്ഠിച്ചും ഉപദേശിച്ചും ബദിരകാശ്രമത്തിൽ വസിക്കവേ അങ്ങയുടെ സാധനയിലും തപപ്രഭാവത്തിലും അസൂയാലുവായ ഇന്ദ്രൻ അവ ഭംഗപ്പെടുത്തുവാൻ വേണ്ടി അപ്സരസ്സുകളെയും മാരനെയും അവിടേക്ക് അയച്ചു. കാമോ വസന്തമലയാ നിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാത ജഗദേ മൃദുഹാസഭാജ. വസന്തത്തിൻ്റെയും
മലയാനിലൻ്റെയും ബന്ധുബലത്തോടുകൂടി അതിവിലാസിനികളായ അപ്സരസ്സുകളുടെ കടാക്ഷശരങ്ങളാൽ അങ്ങയെ പ്രഹരിക്കുന്ന കാമൻ സംഭ്രാന്തനാകുമാറ് അങ്ങ് അചഞ്ചലനായി വസിച്ചു. പിന്നീട് അങ്ങ് മൃദുസ്മേരവദനായി പറഞ്ഞു: ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനനന്ത്യിഹ ജുഷദ്വമീതി ഭ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവതാമദൈക്ഷാം പ്രാദർശയ സ്വപരിചാരകാദരാക്ഷി. ഹേ കാമ വസന്തമേ, അപ്സരസ്സുകളെ, നിങ്ങൾ സംഭ്രാന്തരാകരുത്. ഇപ്പോൾ എൻ്റെ മാനസനിർമ്മിതിയെ ആസ്വദിക്കുക. ഇപ്രകാരം ഒഴിഞ്ഞുകൊണ്ട് ആശ്ചര്യചകിതരായി നാലുപുറവും നിന്ന് സ്തുതിക്കുന്ന കാമൻ മുതലായവർക്ക് അങ്ങ് മനോഹരികളായ സ്വപരിചാരികമാരെ കാണിച്ചു കൊടുത്തു. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാഭൂ ദത്താം ത്വയാ ച ജുഹുസ്ത്രഭയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. അങ്ങയെ മോഹിതനാക്കുവാൻ ഒരുങ്ങിവന്ന കാമദേവാദികൾ അങ്ങയുടെ പരിചാരികമാരുടെ പരിമളമേറ്റ് സ്വയം മോഹിതരായി. പിന്നീട് അങ്ങയാൽ ദാനം ചെയ്യപ്പെട്ടവളും അപ്സരസുന്ദരികളുടെയെല്ലാം സൗന്ദര്യഗർവം ശമിപ്പിക്കുന്നവളുമായ ഉർവശിയെ അവർ ലജ്ജയോടെ സ്വീകരിച്ചു. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്ര പര്യാകുലോചനി ഭവന്മഹിമാമവർഷാത് ഏവം പ്രശാന്തരമണീയധരാവതാരാത് ത്വത്തോദിഗോ വരദ കൃഷ്ണധനുസ്ത്വമേവ. ഉർവശിയെ കാണുകയും അങ്ങയുടെ കഥകൾ കേൾക്കുകയും ചെയ്ത ഇന്ദ്രൻ ഭവന്മാഹാത്മ്യമോർത്ത് സംഭ്രാന്തനായി ഭവിച്ചു. ഹേ വരദാതാവേ, ഈ വിധത്തിലിരിക്കുന്ന അങ്ങയേക്കാൾ മാഹാത്മ്യവും പ്രശാന്തതയും മനോഹരിതയുമുള്ള അവതാരപുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനായി തീർന്ന അങ്ങ് തന്നെയാണ്. ദക്ഷസ്തുതാതുവതിലാളനയാരജോന്തോ നാത്യാധൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുദ്ധസഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. പിതാവായ ബ്രഹ്മാവിൻ്റെ അതിലാളനമൂലം രജോ ഗുണം വർദ്ധിച്ച് അങ്ങയിൽ ആസക്തിയില്ലാതെ അശാന്തനായി തീർന്ന ദക്ഷൻ്റെ അവസ്ഥ ദയനീയമായി തീർന്നു. ദക്ഷൻ അങ്ങയുടെ ആത്മാംശമായ ശിവനെ പോലും എതിർക്കുകയും ആ ദേഷ്യത്തോടെ നടത്തിയ യജ്ഞത്തിൽ വെച്ച് സ്വപുത്രിയായ സതിയെ അപമാനിക്കുകയും ചെയ്തു. പിതാവായ ദക്ഷൻ്റെ യാഗത്തിൽ സതി പങ്കെടുക്കുന്നത് ശിവന് സമ്മതമായിരുന്നില്ല. പിതൃഗൃഹത്തോടുള്ള ബഹുമാനം മൂലം ക്ഷണമില്ലാതിരുന്നിട്ടും അവൾ പോകുകയാണ് ചെയ്തത്. ക്രുദ്ധേ സമർത്ഥിതമഖസ്സദുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവ ത്വത്പൂരിതകൃതുവരഃപുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സ്വപത്നിക്ക് നേരിട്ട അപമാനവൃത്താന്തം കേട്ട് ക്രുദ്ധനായ ശിവൻ യജ്ഞം നശിപ്പിക്കുകയും ദക്ഷൻ്റെ ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശിവനിൽ നിന്ന് പുനർജീവൻ കിട്ടിയ ദക്ഷൻ മനഃശാന്തി നേടുകയും അങ്ങയുടെ കാരുണ്യം മൂലം യജ്ഞം പൂർത്തിയാക്കുകയും ചെയ്തു. അല്ലയോ ശാന്തിദായകനായ ഗുരുവായൂർനാഥ, എന്നെ രക്ഷിക്കണേ. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര